എല്ലാ കൂട്ടുകാർക്കും കഥാസാഗരത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറഞ്ഞു തുടങ്ങുന്നത് സൂര്യവംശജരുടെ കഥയാണ്. വിഷ്ണുവിൽ നിന്ന് ബ്രഹ്മാവും, ബ്രഹ്മാവിൽ നിന്ന് അനുക്രമമായി മരീചി, കശ്യപൻ, വിവസ്വാൻ, വൈവസ്വതമനു, ഇക്ഷ്വാകു എന്നിവരുണ്ടായി. ഇക്ഷ്വാകുവിൽ നിന്നും ഇക്ഷ്വാകു വംശം ഉത്ഭവിക്കുന്നു. സൂര്യവംശ രാജാക്കന്മാർ മുഴുവനും ഇക്ഷ്വാകു വംശജരാണ്. ബ്രഹ്മാവിൻ്റെ മനസ്സിൽ നിന്നും ജനിച്ച 6 മാനസപുത്രന്മാരിൽ ഒരുവനായിരുന്ന മരീചി കർമ്മദ പ്രജാപതിയുടെ പുത്രിയായ കലയെ വിവാഹം കഴിച്ചു. മരീചിക്ക് കശ്യപനെന്നും പൂർണിമാവ് എന്നും 2 പുത്രന്മാർ ജനിച്ചു. മരീചിയുടെയും മറ്റൊരു ഭാര്യയായ ഊർണയുടെയും 6 പുത്രന്മാർ ബ്രഹ്മശാപം നിമിത്തം ആദ്യം ഹിരണ്യകശപുവിൻ്റെയും പിന്നീട് വസുദേവരുടെയും പുത്രരായി ജനിച്ചു. ശ്രീകൃഷ്ണൻ്റെ ജ്യേഷ്ഠന്മാരായി പിറന്ന ഈ 6 പേരെയാണ് കംസൻ ജനന സമയത്ത് തന്നെ കൊന്നുകളഞ്ഞത്. ഒരിക്കൽ മരീചിയെ പരിചരിച്ചു കൊണ്ടിരുന്ന ധർമ്മവ്രത എന്ന ഭാര്യ ആശ്രമത്തിലെത്തിയ ബ്രഹ്മാവിനെ പൂജിക്കാൻ പോയി. ഭാര്യയെ കാണാതിരുന്ന മരീചി അവൾ ഒരു കല്ലായി പോകട്ടെ എന്ന് ശപിച്ചു. ശാപബാധിതയായ ധർമ്മവ്രത വിഷ്ണുവിനെ തപസ് ചെയ്ത് പ്രസാദിപ്പിച്ച് തൻ്റെ ശാപം നീക്കിത്തരണമെന്ന് അപേക്ഷിച്ചു. എന്നാൽ മരീചിയുടെ ശാപം മറിച്ചായി പോവില്ലെന്നും ധർമ്മവ്രത ശിലയായാലും ദേവവ്രത അഥവാ ദേവശില എന്ന പേരിൽ പ്രശസ്തമാകുമെന്നും ശിലയിൽ ത്രിമൂർത്തികളുടെയും ലക്ഷ്മീദേവിയുടെയും സാരാംശം കുടികൊള്ളുമെന്നും വിഷ്ണു ഭഗവാൻ ധർമ്മവ്രതയെ അനുഗ്രഹിച്ചു. ബ്രഹ്മാവിൻ്റെ 6 മാനസപുത്രന്മാരിൽ ഒരുവനായിരുന്ന മരീചി സപ്തർഷികളിൽ ഒരാളായി ആകാശഗംഗയിൽ വിരാജിക്കുന്നു. ദേവാസുര പിതാമഹനായ മരീചിയുടെ കഥ ഇവിടെ തീരുകയാണ്. മറ്റൊരു കഥയുമായി വീണ്ടും കാണാം.